നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള PSC LDC LGS 2024 ഫ്രീ കോഴ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. ആ ഫ്രീ കോഴ്സിന്റെ ഭാഗമായി എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സിലബസ് അനുസരിച്ചുള്ള സമ്പൂർണ്ണമായ ടോപ്പിക് ബേസ്ഡ് ക്ലാസ്സുകൾ, അതും SCERT ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ ആഴ്ചയും LDC LGS മുൻകാല ചോദ്യങ്ങളും അവയുടെ റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ ചെയ്യുന്നതാണ്. അതിനോടൊപ്പം തന്നെ PSCയുടെ സ്ഥിരം ചോദ്യ മേഖലകളും അവ പഠിക്കേണ്ട കുറുക്ക് വഴികളും ചർച്ച ചെയ്യുന്ന LDC LGS സൂപ്പർ മാരത്തോൺ എന്നൊരു ക്ലാസ് കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ കേരള PSC LDC LGS 2024 ഫ്രീ കോഴ്സ് എല്ലാ സുഹൃത്തുക്കളും മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമുക്ക് സമയം കളയേണ്ട, നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഇന്ത്യയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ദേശീയ പാർട്ടികളെ പറ്റിയാണ് പഠിച്ചു വെക്കുക. ഇപ്പോഴത്തെ PSCയുടെ ട്രെൻഡിങ്ങിൽ കിടക്കുന്ന ചോദ്യം, ഇന്ത്യയിലെ ഇപ്പോഴത്തെ ദേശീയ പാർട്ടികൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നതാണ്. മറക്കല്ലേ സുഹൃത്തുക്കൾ, ശ്രദ്ധിച്ചു പഠിക്കുക. BJP അഥവാ ഭാരതീയ ജനതാ പാർട്ടി, ഒന്നാമത് പഠിക്കാനുള്ള ആരാണ്? BJP, അല്ലെങ്കിൽ അവൻ അറിയപ്പെടുന്ന പേര് ഭാരതീയ ജനതാ പാർട്ടി. INC അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, INC അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. CPIM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, അതാണ് ഈ CPIM എന്ന് പറഞ്ഞ കേട്ടോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണ് ഇപ്പോൾ ഇന്ത്യയിലെ ദേശീയ പാർട്ടികളിൽ ഉള്ളത്. അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. 3 തവണ ടിക്ക് ചെയ്ത് പഠിക്കുക. കാരണം ഇപ്പോൾ CPI ഇല്ല, CPIM മാത്രമേ ദേശീയ പാർട്ടിയായിട്ട് അംഗീകരിച്ചിട്ടുള്ളൂ. BSP ബഹുജൻ സമാജ് പാർട്ടി, BSP ഏതാണ്? ബഹുജൻ സമാജ് പാർട്ടി. NPP നാഷണൽ പീപ്പിൾസ് പാർട്ടി, NPP ഏതാണ്? നാഷണൽ പീപ്പിൾസ് പാർട്ടി. അതുപോലെ തന്നെ AAP, നമ്മുടെ അരവിന്ദ് കെജ്രിവാളിന്റെ AAP അഥവാ ആം ആദ്മി പാർട്ടി. ഒന്നുകൂടി പറയുവാണ്, ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള പ്രധാനപ്പെട്ട ദേശീയ പാർട്ടികളാണ് പറയുന്നത്. BJP ഭാരതീയ ജനതാ പാർട്ടി, INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, CPIM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, BSP ബഹുജൻ സമാജ് പാർട്ടി, NPP നാഷണൽ പീപ്പിൾസ് പാർട്ടി, AAP ആം ആദ്മി പാർട്ടി. ഇത്രയുമാണ് ഇന്ത്യയിൽ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ദേശീയ പാർട്ടികൾ. ഇനി ഇത് എങ്ങനെ പഠിക്കുമെന്ന് ബുദ്ധിമുട്ടിയിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ കോഡുണ്ട്. സമയം കളയാതെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കിത് പഠിച്ചു തീർക്കാം. സുഹൃത്തുക്കൾ ഇത്ര മാത്രം ഓർത്തിരിക്കുക. കോഡ് ഇതാണ്. പാർട്ടിക്കാർ CBIയെ ബാൻ ചെയ്തു എന്നങ്ങ് പഠിക്കുക. പാർട്ടിക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദേശീയ പാർട്ടികളെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. പാർട്ടിക്കാർ CBIയെ ബാൻ ചെയ്തു എന്നങ്ങ് പഠിക്കുക. ഇതിൽ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPIM നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP, I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ കോൺഗ്രസ്, B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BSP, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AAP, N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NPP. ഒന്നുകൂടി പറയുവാണേ, പാർട്ടിക്കാര് CBIയെ ബാൻ ചെയ്തു എന്നങ്ങ് പഠിക്കുക. പാർട്ടിക്കാർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ ദേശീയ പാർട്ടികളെ സൂചിപ്പിക്കാനാണ്. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPIM, അതുപോലെ തന്നെ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP, I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ INC, വീണ്ടും B വരുന്നുണ്ട്. ആ ബാനിലെ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BSP, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AAP, അതുപോലെ N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NPP. ഇത്രയും ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ സുഹൃത്തുക്കൾക്ക് ഈ ഭാഗത്തുനിന്ന് 1 മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ PSCയുടെ ട്രെൻഡിങ്ങിൽ ഇരിക്കുന്ന ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ തിരഞ്ഞെടുത്ത് പഠിക്കാൻ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക.